കർണാടകയിൽ ബിയറിന്റെ വില കുത്തനെ കൂടിയതായി റിപ്പോർട്ട്. വിവിധ വിഭാഗങ്ങളിൽപ്പെട്ട ബിയറുകളുടെ നികുതി സർക്കാർ കുത്തനെ വർദ്ധിപ്പിച്ചതോടെയാണ് ബിയറിന് വില കൂടിയത്. പുതുക്കിയ വില ജനുവരി 20 മുതൽ പ്രാബല്യത്തിലായി. ഇതോടെ 650 മില്ലി ബിയറിന് 10 മുതൽ 45 രൂപ വരെ കൂടിയിട്ടുണ്ട്. ഈ സാമ്പത്തിക വർഷത്തിന്റെ തുടക്കത്തിൽ റെക്കോർഡ് മദ്യവിൽപ്പന നടന്നിട്ടും എക്സൈസ് വകുപ്പിലെ വരുമാനക്കുറവ് പരിഹരിക്കാനാണ് വിലവർദ്ധനവ് ലക്ഷ്യമിടുന്നതെന്ന് സർക്കാർ വൃത്തങ്ങൾ അറിയിച്ചു. വിലവർദ്ധനവ് പ്രാബല്യത്തിലായതോടെ നേരത്തെ 100 രൂപയുണ്ടായിരുന്ന ബിയറിന് ഇപ്പോൾ 145 രൂപയായിട്ടുണ്ട്. 230 രൂപയ്ക്ക് ലഭിച്ചിരുന്ന ബിയറിന് ഇനി 240 രൂപ നൽകേണ്ടി വരുമെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. വില കൂടുന്നതോടെ ബിയർ വിൽപ്പന 10% കുറയുമെന്ന ആശങ്കയിലാണ് മദ്യവിൽപ്പനക്കാരെന്ന് ഫെഡറേഷൻ ഓഫ് വൈൻ മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് കരുണാകർ ഹെഗ്ഡെ പറഞ്ഞു. വിപണി സാഹചര്യങ്ങൾക്ക് അനുകൂലമല്ലാത്ത സമയത്താണ് നികുതി വർദ്ധിപ്പിച്ചതെന്നും ബിയർ വില വർധനവ് വ്യാപാരികളെ ആശങ്കയിലാഴ്ത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. വില വർധനവ് കാരണം കഴിഞ്ഞ ഒരാഴ്ചയായി വിതരണം കുത്തനെ കുറഞ്ഞു. ഒരാഴ്ച മുൻപ് മദ്യ നിർമ്മാണശാലകൾ ഉൽപാദനം കുറച്ചു. വിൽപ്പന ഇതിനോടകം 10% കുറഞ്ഞു. സ്റ്റോക്ക് കുറയുന്നത് വിൽപ്പനയെ സാരമായി ബാധിച്ചുവെന്നും ഹെഗ്ഡെ പറഞ്ഞു. വില വർധനവ് കാരണം നിർമ്മാതാക്കൾ ഉൽപാദനം നിർത്തിവെച്ചിരിക്കുകയാണെന്നും അതുകൊണ്ട് തന്നെ ജനുവരി 20 മുതൽ 45 ദിവസത്തേക്ക് വിപണിയിൽ ബിയർ സ്റ്റോക്ക് കുറയുമെന്നും ഹെഗ്ഡെ പറഞ്ഞു. നഗരത്തിലുടനീളമുള്ള പബ്ബുകളിൽ പാർട്ടിക്കെത്തുന്നവരുടെ എണ്ണം കുറയുന്ന സാഹചര്യത്തിൽ ബിയറിന്റെ വില വർദ്ധിപ്പിക്കാനുള്ള സർക്കാരിന്റെ തീരുമാനം തങ്ങൾക്ക് കനത്ത തിരിച്ചടിയാണെന്ന് കോറമംഗലയിലെ ഒരു പബ് ചെയിൻ ഉടമ പറഞ്ഞു. തൊഴിൽ മേഖലയിലെ സ്ഥിരതയില്ലായ്മയും കൂട്ടപ്പിരിച്ചുവിടലും ഭയവും കാരണം ജനങ്ങൾ വളരെ ശ്രദ്ധിച്ചാണ് പണം ചിലവാക്കുന്നത്. നഗരത്തിലെ പല പബ്ബുകളും തങ്ങളുടെ നിക്ഷേപം വീണ്ടെടുക്കാൻ പാടുപെടുന്നു. ചെലവ് പ്രതിവർഷം 10% വർദ്ധിക്കുകയും ചെയ്യുന്നു. എന്നാൽ പ്രതീക്ഷിച്ചത്ര ലാഭവും ലഭിക്കുന്നില്ല. പബ്ബ് വ്യവസായ മേഖല കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോകുന്നത്. പബ് ചെയിൻ ഉടമ പറഞ്ഞു. 2024 മാർച്ച് മാസത്തിൽ അവതരിപ്പിച്ച സംസ്ഥാന ബജറ്റിന്റെ ഭാഗമായി പ്രഖ്യാപിച്ച തീരുമാനമാണ് ജനുവരി 20 നികുതി വർധനയ്ക്ക് കാരണമെന്ന് മുതിർന്ന ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. ബിയർ തീരുവകൾ വളരെക്കാലമായി മാറ്റമില്ലാതെ തുടരുകയാണെന്നും പുതിയ നികുതി സംവിധാനം ಅತ್ಯವಶ್ಯವಾണെന്നും ಉದ್ಯೋಗಸ್ಥರು പറഞ്ഞു. ತುಂಬಾ ನಮಗೆ ಕಸ್ಟಮರ್ ಆಲ್ಮೋಸ್ಟ್ 20% ಬೀರಲ್ಲಿ ಬಿದ್ದೋಗೈತೆ. ಇವಾಗ ರೈಟ್ ಬೇರೆ ಜಾಸ್ತಿ ಮಾಡ್ತೀನಿ ಅಂತವ್ರೆ, ಅದರಲ್ಲಿ ಒಂದು 10% ಬಿದ್ದೈತದೆ. ಆಲ್ಮೋಸ್ಟ್ ಬೀರ್ಗಳೇ ಸಿಗ್ತಾ ಇಲ್ಲ. ಇವ್ರು ಇನ್ನೂ ಡಿಲೇ ಮಾಡಿಕೊಂಡು ಸುಮಾರು ಒಂದು ವಾರದ 15 ದಿವಸದಿಂದ ನಮ್ಗೆ ಬೀರ್ ಕೊಡ್ತಾ ಇಲ್ಲ ಸರ್. ಆದಷ್ಟು ಸರ್ಕಾರ ಇದನ್ನ ಬೇಗ ಪರಿಹಾರ ನಮ್ಗೆ ಕಂಡುಕೊಡ್ಬೇಕು ಅಂತ ಹೇಳ್ತಾ ಇದ್ದೀನಿ. ಬೀರ್ ಸಿಗ್ತಾ ಇಲ್ಲ. ಆಲ್ಮೋಸ್ಟ್ ಕಸ್ಟಮರ್ಗಳು ನಮ್ಮ ಆಲ್ಮೋಸ್ಟ್ ಬೀರ್ನ ವ್ಯಾಪಾರಗಳಲ್ಲಿ 20% ಕಮ್ಮಿ ಆಯಿತು ಅಂದರೆ ವ್ಯಾಪಾರ ಕಮ್ಮಿ ಆಯ್ತದೆ. ಆಲ್ಮೋಸ್ಟ್ ಕಸ್ಟಮರ್ಸ್ ಎಲ್ಲ ಬರ್ತಾರೆ, ಬಿಯರ್ ಇಲ್ಲ ಅಂತಂದ್ರೆ ರೇಟ್ ಜಾಸ್ತಿ ಆಗೈತೆ ಅಂತ ಹೋಗ್ತಿದ್ದಾರೆ. ಬಿಯರ್ಗಳು ನಮ್ಗೆ ಡಿಪೋದಿಂದ ಸಿಗ್ತಾ ಇಲ್ಲ, ಬಿಲ್ಲಿಂಗೇ ಆಗ್ತಾ ಇಲ್ಲ. ಅಲ್ಲಿ ಸ್ಟಾಕ್ ಎಲ್ಲ ಖಾಲಿ ಆಗಿದೆ, ತುಂಬಾ ಪ್ರಾಬ್ಲಮ್ ಆಗ್ತಿದೆ. ಬೇರೆ ಕಡೆ ಎಲ್ಲೂ ಸಿಗ್ತಾ ಇಲ್ಲ. ಬರ್ತಾರೆ, ಏನ್ ಜಾಸ್ತಿ ಮಾಡಿದ್ರಪ್ಪ ಹಂಗೆ ಅಂತ ಕೇಳ್ತಾರೆ. ನಾವೇನು ರೇಟ್ ಇನ್ನು ಜಾಸ್ತಿ ಮಾಡಿಲ್ಲ. ಬಿಲ್ಲಿಂಗೇ ಆಗ್ತಾ ಇಲ್ಲ, ಡಿಪೋದಲ್ಲಿ ಬಿಲ್ಲಿಂಗೇ ಆಗ್ತಾ ಇಲ್ಲ, ಸ್ಟಾಕೇ ಸಿಗ್ತಾ ಇಲ್ಲ.